മക്കളെ നമുക്കൊരു ചായ മാറ്റിയാലോ? ടാങ്ക് ടാങ്. ഞാൻ ഈ ഒരു കോളത്തിൽ ശരിക്കും ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് സൗത്ത് ഹാൾ വരെ പോകണം കേട്ടോ. ലണ്ടനിൽ ഇത് ഡിംബലൊന്ന് ടെസ്റ്റ് ചെയ്താണ്. ഞാൻ മാത്രം ഒറ്റയ്ക്കല്ല, ഇവർ രണ്ടുപേരും എന്റെ കൂടെ വരുന്നുണ്ട്. ഇവിടെ യുകെയിലെ വഴികളൊക്കെ ഭയങ്കര പച്ചപ്പും ഹരിതാപമാണ് കേട്ടോ. ഭയങ്കര മനോഹരമാണ് കാണാൻ വേണ്ടി. പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ശരിക്കും ചാർജ് വേണം ഫോണിൽ. സോ ഞാൻ ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വായിക്കാൻ വേണ്ടി. നമുക്ക് ഇവിടെ 2 hours ഉണ്ട് കേട്ടോ ലണ്ടനിലോട്ട്. സോ നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുത്തു, ഒന്ന് വാഷ്റൂമിലൊക്കെ പോകണം, പിന്നെ എന്തെങ്കിലും കഴിക്കണം. അങ്ങനെ ഇവിടെ യുകെയിലെ മിക്ക സ്ഥലങ്ങളെന്ന് വെച്ചാൽ നമ്മൾ ഈ റോഡിലൂടെ പോകുമ്പോഴത്തേനും വളരെ എന്താണ് പറയുന്നത്, പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും. അപ്പം ടേക്ക് എ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് കുറെ ബ്രേക്ക് എടുക്കാനുള്ള സ്ഥലങ്ങൾ ഇതുപോലെ. ഞാൻ മേടിച്ച സാധനം ചോറിനും പോലെയാണ് കേട്ടോ ഇന്നത്. കാര്യം എനിക്ക് എന്റെ മേക്കപ്പ് കളയാൻ യാതൊരു താല്പര്യം. അങ്ങനെ ടേക്ക് എ ബ്രേക്കിന് ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും വണ്ടിയിൽ കയറി യാത്ര തുടങ്ങി. അങ്ങനെ വീണ്ടും ഒരു മണിക്കൂറിന് ശേഷം നമ്മൾ സൗത്ത് ഹാൾ ജോയ് ആലുക്കാസിന്റെ ഫ്രണ്ടിലെത്തി. ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്ലേസിൽ വരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ പ്രൊമോഷൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു. ഒരു 1.5 മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു. സൗത്ത് ഹാൾ ഭയങ്കര ഡിഫറെന്റ് ആണ് കേട്ടോ. ഞാനിവിടെ വന്നപ്പോൾ ശരിക്കും ഒരു ഇന്ത്യൻ സ്ട്രീറ്റിലൊക്കെ വന്ന ഒരു രീതിയാണ്. കിട്ടാത്ത സാധനം ഇല്ല. അതായത് ഇന്ത്യൻ ക്ലോത്ത്സ്, ജ്വല്ലറീസ്, ഫുഡ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ആ ഒരു സ്ട്രീറ്റിലൊന്ന് പരതി ഇറങ്ങിയാൽ എൻ്റെ പൈസ പോകുന്ന വഴി കാണില്ല. കാര്യം കുറേ ട്രഡീഷണൽ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ വക പ്രലോഭനങ്ങളൊന്നും വീട്ടിൽ ഞാൻ പക്ഷേ ഞാൻ ഫുഡിൽ വീഴും കേട്ടോ. നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ കണ്ടോ സ്വീറ്റ്സ് ഒക്കെ ഇരുന്ന് തവണ. എൻ്റെ കൂടെ ഒരു ഷുഗർ കട്ട് ചെയ്യുന്ന ആളുണ്ട് കേട്ടോ. ജിലേബി ഉണ്ട്, മട്ടാക്കുൾഫി ഉണ്ട്, റോസ് ഹൽവ ഉണ്ട്. ആണോ? ഷുഗർ കട്ട് ചെയ്തിരിക്കുന്ന ഒരാളെ പ്രലോഭിപ്പിക്കാൻ എന്നെ കഴിഞ്ഞിട്ടുള്ളൂ വേറെ ആരും. ചെറുതായിരിക്കും കേട്ട് ഇങ്ങനെ ഒരു സാധനം അവർ കൊണ്ടുവച്ചിട്ടോ. അതിൽ ആ പച്ച സാധനം മിന്റും പിന്നെ നമ്മുടെ കേർഡും കൂടെ ഉള്ള ഒരു സാധനം. അങ്ങനെ നമ്മുടെ ഫുഡ് എത്തിയിട്ടോ. അവരൊരു മിക്സ്ഡ് ഗ്രില്ലാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബട്ടർ ചിക്കനും പ്ലെയിൻ പൊറാട്ടയായിരുന്നു. പുറത്തുനിന്നുള്ള ഫുഡ് അടി ഭയങ്കര കുറവാണ്. സോ വല്ലപ്പോഴും പുറത്തുനിന്ന് പോയി കഴിക്കുമ്പോഴത്തേനും ഞാൻ വളരെ ആസ്വദിച്ചത് കഴിക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ഞാൻ ഈ ഒരു സംഭവം കാണുന്നത്. പഞ്ചാബിൽ നിന്നാണ് കേട്ടോ ആ സ്ഥലത്തിന്റെ പേര് തന്നെ. ശരിക്കും ഇന്ത്യൻ സ്ട്രീറ്റ് പോലെ തോന്നിക്കുന്നുണ്ടായിരുന്നുള്ളൂ. കാര്യം എല്ലാ സാധനം അവിടെ ഇങ്ങനെ കറങ്ങി നിന്നാൽ പോരല്ലോ, വീട്ടിൽ പോകണ്ടേ. അങ്ങനെ നമ്മൾ വീണ്ടും വീട്ടിലോട് യാത്ര തിരിച്ചു കേട്ടോ. വയറിയത് ഫുഡ് കഴിച്ചതുകൊണ്ട് ശരിക്കും ഞാൻ ക്ഷീണത്തിൽ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും നമ്മൾ ടേക്ക് എ ബ്രേക്കിലൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വണ്ടി ചാർജ് അങ്ങനെ ഒരു കോഫിയും കുടിച്ചിരിക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ ഇവിടെ കാണുന്നത്. എല്ലാവരും ഒരു പട്ടിയായിട്ടാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ജലസാവാറുണ്ട് അവരോട്. അപ്പോൾ ഇവിടെ ഭയങ്കര ആക്റ്റീവായിരുന്നു. ഇവറ്റകൾ എന്ത് മനോഹരമാണല്ലേ. ഞങ്ങളങ്ങനെ കുറച്ച് നേരം ആ കാഴ്ചയൊക്കെ കണ്ടിരുന്നിട്ട് നേരെ വീണ്ടും വീട്ടിലോട്ട് പോയി.